നീ അറിഞ്ഞില്ലേ ഈ 9-ാം തീയതിയാ ഇലക്ഷൻ വരുന്നത്. വനജയ്ക്ക് തന്നെയല്ലേ നീ ചെയ്യുന്നത് വോട്ട്? വനജയ്ക്കാ? പുള്ളിക്കാരി എന്ത് ചെയ്തിട്ടാ ഞാൻ അവൾക്ക് വോട്ട് കൊടുക്കേണ്ടത്? ഞാൻ ഷെമിനയ്ക്കാ വോട്ട് കൊടുക്കണം. പുള്ളിക്കാരി പാവങ്ങൾക്ക് വേണ്ടി പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ പുള്ളിക്കാരിക്ക് വോട്ട് കൊടുക്കുള്ളൂ. 2 പേർക്ക് ജോലി കൊടുക്കുമെന്ന് അവള് പറഞ്ഞിരിക്കണേ. ഞാൻ അവക്കേ വോട്ട് ചെയ്യുള്ളൂ. ഓ, പാവപ്പെട്ടവർക്ക് അന്യത്തിക്കോ ചേച്ചിക്കോ എല്ലാവർക്കും ആയിരിക്കും കൊടുക്കണം. വനജ ചേച്ചിയല്ലേ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചത്? വനജ ചേച്ചിയാ 2 പിള്ളേരെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയത്. ആ പിള്ളേരെ 2 വനജയുടെ സ്വന്തം മക്കളല്ലേ? അവരെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയനാണോ? എന്റെ മക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയനാണോ ഡോക്ടറാക്കിയെന്ന് പറയണേ? ഷെമിന കുടിവെള്ള പദ്ധതിയൊക്കെ കൊണ്ടുവന്നില്ലേ? എല്ലാവർക്കും പിന്നെ പൈപ്പ് വെള്ളമൊക്കെ കിട്ടിയില്ലേ? കിട്ടി. പൈപ്പ് തുറന്നിട്ട് നല്ല സ്പീഡിൽ വെള്ളം വന്നില്ലെങ്കിലും കാറ്റ് വന്നുണ്ട് ശരിക്കും. വീട്ടിൽ ഫാൻ ഇല്ലെങ്കിലും പൈപ്പ് തുറന്നു വെച്ചാൽ മതി, നല്ല സുഖമായിട്ട് ഉറങ്ങാം. അതൊക്കെ പോട്ടെ, വനജ ചേച്ചി ഒരു 6 ലക്ഷം രൂപയുടെ ഒരു ബസ് സ്റ്റോപ്പ് കൊണ്ടുവന്നു. അത് കാണാതിരിക്കാൻ പറ്റുവാ? ബസ് സ്റ്റോപ്പിന്റെ കാര്യം മിണ്ടരുത്. 6 ലക്ഷം രൂപ മുടക്കി പണിതിട്ട് അതിന്റെ അകത്ത് ഇരിക്കും. മഴയത്ത് ഇരിക്കാൻ മേല, വെയിലത്തും ഇരിക്കാൻ മേല. മഴ വന്നാൽ അതിന്റെ അകത്ത് ഇരിക്കുന്നതിന് ഭേദം പുറത്ത് നനഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അത് എപ്പോഴാ ഉരുണ്ട് മേത്തേക്ക് വീഴണേന്ന് അറിയാൻ മേല. അതേ അവസ്ഥയിലാണ് അത് ഇരിക്കുന്നത്. വോട്ട് മറക്കരുത് കേട്ടാ. ഇവിടെ ബസ് സ്റ്റോപ്പ് കൊണ്ടുവന്ന് 2 പിള്ളേരെ ഡോക്ടറാക്കിയതും ഞാനാ. എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. അതൊക്കെ അറിയാമല്ലോ ചേച്ചി. വനജയെ കുറിച്ചല്ലേ ഇത്രയും നേരം ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത്. ഇനി ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ റോഡ് ശരിയാക്കും. ഈ കിടക്കണ റോഡ് കണ്ട ഞാൻ ഈ റോഡ് റെഡിയാക്കും. റോഡ് നന്നാക്കുന്നുണ്ട്. ഇത്രയും നാളും റോഡ് നന്നാക്കി സ്വിമ്മിംഗ് പൂൾ ആക്കിയിട്ടുണ്ട്. ഇനി അത് കടലാക്കുമെന്ന് ആർക്കറിയാം. അപ്പൊ ശരി, ഞാൻ അങ്ങോട്ട് പോവുക. വോട്ട് മറക്കരുത്. അറിയാലോ, ഞാൻ ഇത്തവണ തന്നെ മത്സരിക്കുന്നുണ്ട്. ചിഹ്നം മറക്കരുത്. എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. ജയിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ട 2 പേർക്ക് ജോലി കൊടുക്കും. ഇതാണ് അഡ്രസ്. എടി, അത് ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചിയുടെ അനിയത്തിയുടെയും അഡ്രസ്സാണിത്. കുടിവെള്ള പദ്ധതി കൊണ്ടുവന്ന ഞാനാണ്. അത് മറക്കണം. ഒരു കാര്യം കൂടി, നമ്മുടെ ഈ പ്രദേശം ഹൈടെക് ആക്കുകയാണ് എൻ്റെ ഉദ്ദേശം. പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ എയർപോർട്ട് കൊണ്ടുവരുന്നത്. ഇതാണ് എൻ്റെ മെയിൻ സ്വപ്നം. പട്ടിണി പാവങ്ങൾക്ക് വളരെ അത്യാവശ്യമല്ലേ എയർപോർട്ട്? അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ മറക്കരുത്. വോട്ട് എനിക്ക് തന്നെ.